തൊപ്പിയൊക്കെ ഗെയിമിംഗ് ത്രൂ ആണ് കളിച്ച് തുടങ്ങിയെങ്കിലും IRL കുറച്ചുകൂടെ നിങ്ങൾക്ക് അറിയായിരിക്കും, തൊപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി ക്യാറ്റാണ്. ഐഷോ സ്പീഡിൻ്റെ ഒരു പക്ക കോപ്പി ക്യാറ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പം മാറിയിട്ട് അവിടാണ് ഞാൻ പറയുന്നത് തൊപ്പി എന്ന് പറഞ്ഞൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആളാണെന്ന് തന്നെ ഞാൻ പറയും. അത് പുള്ളി അത് മാറാതിരുന്നെങ്കിൽ മേ ബി ഇപ്പോൾ കിട്ടുന്നൊരു അക്സെപ്റ്റൻസ് കിട്ടണമെന്നില്ല. ഇപ്പം ക്യാരക്ടേഴ്സ് വന്നു, റൈറ്റ്? ആ ക്യാരക്ടേഴ്സിനെ നയിക്കുന്ന ഒരാളായിട്ട് മാറി. തെറി വിളിച്ച് തുടങ്ങിയാൽ ഇപ്പോൾ ലൈവിൽ തെറി ക്യാരക്ടർ ഒരു ചേഞ്ച് വന്നു. അപ്പം പക്ഷേ പഴയ ഒരു എന്താ പറയുന്ന ഒരു ഫാൻ ബേസോ ലൈക്ക് വാട്ട് ഓവർ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്തോ ആയിക്കോട്ടെ, അപ്പം ആളവിടെ പോയാലും ഒരാൾ കൂടുന്നുണ്ട്, റൈറ്റ്? അപ്പം അതാണ് ആക്ച്വലി കോണ്ടന്റ് ക്രിയേഷൻ ജേർണിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നതല്ല. അത് നല്ല രീതിയിൽ കേരളത്തിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത ഒരാളാണ് തൊപ്പി എന്ന് ഞാൻ പറയും. ആൾക്കാരുടെ ഒരു എന്താ പറയുക ഒരു സൈക്കോളജി തന്നെ മനസ്സിലായിക്കൊണ്ട് പുറത്ത് വർക്കാവുന്ന ഏതൊരു സാധനവും ഇവിടെയും വർക്കാവും. പക്ഷെ അതിന് നമ്മുടേതായിട്ടുള്ള ചെറിയ ഒരു മലയാളീകരിക്കപ്പെടണം. അതിനെ നല്ല രീതിയിൽ മലയാളീകരിക്കപ്പെട്ട ഒരാളാണ്. പിന്നെ ടൈമും നല്ലതായിരുന്നു, എനിക്ക് തോന്നുന്നു കൊറോണ സമയമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറേ പിടിച്ച് പോലീസ് കേസ് അത് ഇതൊക്കെ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ വന്നത് കാരണം പോയതാണ്. ഇപ്പം ഗെയിമിങ്ങിൻ്റെ കേസ് പറയുവാണെങ്കിൽ തന്നെ ഗെയിമിങ്ങിലാണെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇൻകം വരാൻ പോകുന്നത് സ്ട്രീമിങ്ങിൽ തന്നെയാണ്. സ്ട്രീമിംഗ് പ്ലസ് സ്പോൺസർഷിപ്പാണ്. സ്പോൺസർഷിപ്പ് എല്ലാവരും കിട്ടണമെന്നില്ല. ഈ പറഞ്ഞിട്ട് PUBG പോലത്തെ ടൂർണമെൻറ്റ്സും കാര്യങ്ങളിലും ഒക്കെ സ്പോൺസേർഡ് ആയിട്ട് വരുന്ന ആൾക്കാർക്കാണ് കൂടുതലും പേയ്മെൻറ്റ് കിട്ടുന്നത്. ബാക്കി കൂടുതലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് കിട്ടാൻ പോകുന്നത്.